നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് അർജൻറ്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുകയാണല്ലോ. അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പതിവില്ലാതെ സ്കലോനി ദേഷ്യപ്പെടുന്ന കാഴ്ച. സ്പാനിഷ് മാധ്യമത്തോടാണ്, മാഡ്രിഡിൽ നിന്നുള്ള മാർക്കയോടാണ് അദ്ദേഹം ദേഷ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ ജേർണലിസ്റ്റിനോട് അദ്ദേഹം പറഞ്ഞു, എന്നോടും മെസ്സിയോടും നിങ്ങൾ എഴുതിയതിന് മാപ്പ് പറയണം. അതായത് സംഭവം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ ന്യൂസ് പേപ്പർ ലിയോയെക്കുറിച്ച് 20 ദിവസം മുമ്പ് എഴുതിയതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അത് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? ആരാണോ ആ ഒരു ലേഖനം എഴുതിയത് അയാൾ നിർബന്ധമായിട്ടും മാപ്പ് പറയണം. എന്നോടും അതുപോലെ മെസ്സിയോടും നിങ്ങൾ മാപ്പ് പറയണം എന്നാണിപ്പോൾ സ്കലോനി പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് സ്കലോനി പറഞ്ഞൊരു കാര്യം അവർ മറ്റൊരു തരത്തിൽ റിപ്പോർട്ട് ചെയ്തു. അതായത് എല്ലായ്പ്പോഴും ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് മെസ്സിയോട് ചോദിച്ചിട്ടാണ് എന്ന തരത്തിൽ. അതായത് അർജൻറ്റീന ടീമിൽ കോച്ചായിട്ടുള്ളത് സ്കലോനി ആണെങ്കിലും തീരുമാനങ്ങളൊക്കെ മെസ്സിയുടേതാണ്, അല്ലാതെ സ്കലോനി ഒന്നും ഒറ്റയ്ക്ക് എടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ആ ടെക്സ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇവിടെ ഞാനാണ് കോച്ചെങ്കിൽ പോലും ഇറ്റ് മേക്സ് നോ സെൻസ് ടു സേ ദാറ്റ് ഐ ആം ദി വൺ ഇൻ ചാർജ്. വി ഓൾവേസ് ടോക്ക് ടു മെസ്സി അബൌട്ട് ഓൾ ദി ഡിസിഷൻസ് വി മേക്ക്. ഇൻചാർജ് എന്ന് പറഞ്ഞാൽ കോച്ച്, ഞാനാണ് ഇവിടെ ഇൻചാർജ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് സെൻസൊന്നുമില്ല. എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ മെസ്സിയോട് ചോദിച്ചിട്ടാണ് എടുക്കാറുള്ളത് എന്ന് മാർക്ക് അങ്ങ് എഴുതി പിടിപ്പിച്ചു. അതായത് സ്കലോനി വെറും പാവയാണ്, എല്ലാം ചെയ്യുന്നത് മെസ്സിയാണ് എന്ന റോളിലുള്ള എന്ന ടോണിലുള്ള ഒരു ലേഖനമായിരുന്നു അത്. അതിനോടാണിപ്പോൾ ശക്തമായ ഭാഷയിൽ കോച്ച് പ്രതികരിച്ചിരിക്കുന്നത്. എന്നോടും അതുപോലെ ലയണൽ മെസ്സിയോടും നിങ്ങളിവിടെ മാപ്പ് പറയണം എന്ന് തന്നെയാണ് കോച്ച് പറയുന്നത്. എന്നാൽ ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ കോച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അത് മെസ്സിയെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ്. മെസ്സി ഒരിക്കലും കോച്ചിന് മുകളിൽ താനാണ് എന്ന രൂപത്തിൽ പെരുമാറുന്നയാളല്ല എന്ന് നേരത്തെയും സ്കലോനി പറഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.